അപ്പൊ നമ്മൾ ഇലക്ട്രിക് ബെല്ലിൽ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ ഇലക്ട്രിക് ബെല്ലിന്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത് 2 ഇലക്ട്രോമാൻസ് കാണും, 2 സോളിനോയിഡ് കോയിൽസ് കാണും, പിന്നെ ഇവിടെ ഒരു ആർമേച്ചറും അതുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹാമറും കാണും. ഈ ഹാമർ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന ഗോങ്ങും കാണും. ഓക്കെ, അപ്പോൾ 2 ഇലക്ട്രോമാൻസ് കാണും, ഇവിടെ ഒരു ആർമേച്ചർ ഉണ്ട്, അതുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹാമർ ഉണ്ട്, ഹാമർ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന ഗോങ് ഉണ്ട്. ഇവിടെ ഒരു അഡ്ജസ്റ്റബിൾ സ്ക്രൂവിന്റെ ഹെൽപ്പോട് കൂടിയാണ് ഈ ഹാമർ സ്ട്രൈക്ക് ചെയ്തതിനു ശേഷം അവിടുന്ന് ഡിറ്റാച്ച് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ഇലക്ട്രോമാൻസ് ഉണ്ട്, ഒരു ആർമേച്ചർ ഉണ്ട്, ഒരു ഹാമർ ഉണ്ട്. ഹാമർ ഒന്നാണ് ഗോങ്ങിനകത്ത് സ്ട്രൈക്ക് ചെയ്യുന്നത്. ഇവിടെ ഒരു അഡ്ജസ്റ്റബിൾ സ്ക്രൂ ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ സപ്ലൈ കണക്ട് ചെയ്യുമ്പോൾ when supply is connected to terminal, സപ്ലൈ കണക്ട് ചെയ്താൽ സർക്യൂട്ട് കംപ്ലീറ്റ് ആവും. സോളിനോയിഡ് കോയിൽ വഴി കറണ്ട് പാസ് ചെയ്യും. സോളിനോയിഡ് കോയിൽ വഴി കറണ്ട് പാസ് ചെയ്താൽ അതിനെ മാഗ്നറ്റൈസ് ചെയ്യും. When supply is connected to terminals, the circuit is closed through the solenoid coils. The electromagnets are magnetized. Okay, അപ്പോൾ നമ്മൾ സപ്ലൈ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോമാഗ്നറ്റ്സ് വഴി സോളിനോയിഡ് കോയിൽസ് വഴി കറണ്ട് പാസ് ചെയ്യും, അതിനെ മാഗ്നറ്റൈസ് ചെയ്യും. മാഗ്നറ്റൈസ് ചെയ്യുമ്പോഴത്തേക്ക് അത് ആർമേച്ചറിനെ അട്രാക്ട് ചെയ്യും. ഓക്കെ, ഈ അയൺ പീസിനെ അട്രാക്ട് ചെയ്യും, ഈ ആർമേച്ചറിനെ അട്രാക്ട് ചെയ്യും. ആർമേച്ചറിനെ അട്രാക്ട് ചെയ്യുമ്പോൾ ആർമേച്ചറുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ ഹാമർ വന്ന് ഈ ഗോഗിൽ സ്ട്രൈക്ക് ചെയ്യും. അപ്പോൾ ഈ സോളിനോയിഡ് കോയിൽ കറണ്ട് പാസ് ചെയ്യുമ്പോൾ മാഗ്നറ്റൈസ് ചെയ്യും. മാഗ്നറ്റൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഈ ആർമേച്ചറിനെ അട്രാക്ട് ചെയ്യും. ആർമേച്ചറിനെ അട്രാക്ട് ചെയ്യുമ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഹാമർ വന്ന് ഈ ഗോങ്ങിൽ സ്ട്രൈക്ക് ചെയ്യും. ഓക്കെ, ഒരു തവണ സ്ട്രൈക്ക് ചെയ്യും. അപ്പോൾ ഈ ആർമേച്ചർ ഇലക്ട്രോമാൻസിലേക്ക് അട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഹാമർ വന്ന് ഗോങ്ങിൽ സ്ട്രൈക്ക് ചെയ്യുന്നു. ഇനി ഡിറ്റാച്ച് ചെയ്ത് പോകണ്ടേ? അട്രാക്ട് ചെയ്ത ഈ ആർമേച്ചറും ഈ ഹാമറും ഒക്കെ ഡിറ്റാച്ച് ചെയ്ത് പോകണ്ടേ? അങ്ങനെ പോകുന്നത് ഈ അഡ്ജസ്റ്റബിൾ സ്ക്രൂവിന്റെ ഹെൽപ്പോട് കൂടിയാണ്. അതായത് ഈ സോളിനോയിഡ് കോയിലിലേക്ക്, അതായത് ഇലക്ട്രോ മാഗ്നറ്റ്സിലേക്ക് അട്രാക്ട് ചെയ്യപ്പെട്ട ആർമേച്ചറും ഹാമറും ഒറിജിനൽ പൊസിഷനിലേക്ക് തിരിച്ചു പോകുന്നത് ഈ അഡ്ജസ്റ്റബിൾ സ്ക്രൂവിന്റെ ഹെൽപ്പോട് കൂടിയാണ് തിരിച്ചു പോകുന്നത്. അതിന് സർക്യൂട്ട് ബ്രേക്ക് ചെയ്യപ്പെടും. അപ്പോൾ ഈ സോളിനോയിഡ് കോയിൽ കൂടെ കറണ്ട് പാസ് ചെയ്യത്തില്ല, അത് ഡീമാഗ്നറ്റൈസ് ചെയ്യപ്പെടും. ഡീമാഗ്നറ്റൈസ് ചെയ്യപ്പെടുമ്പോൾ ഈ ആർമേച്ചർ ഡിറ്റാച്ച് ചെയ്ത് ഒറിജിനൽ പൊസിഷനിലേക്ക് പോകും. ആർമേച്ചറും അതുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹാമറും ഒറിജിനൽ പൊസിഷനിലേക്ക് പോകും. അതിന് സർക്യൂട്ട് ബ്രേക്ക് ചെയ്യണം. സർക്യൂട്ട് ബ്രേക്ക് ചെയ്യുന്നത് ഈ അഡ്ജസ്റ്റബിൾ സ്ക്രൂവിന്റെ ഹെൽപ്പോട് കൂടിയാണ്. ആ അഡ്ജസ്റ്റബിൾ സ്ക്രൂവിന്റെ ഹെൽപ്പോട് കൂടി ഈ സർക്യൂട്ട് ബ്രേക്ക് ചെയ്യും. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റ്സ് വഴി കറണ്ട് പാസ് ചെയ്യത്തില്ല. അപ്പോൾ അട്രാക്ട് ചെയ്യപ്പെട്ട ആർമേച്ചറും ഹാമറും ഒറിജിനൽ പൊസിഷനിലേക്ക് പോകും. ഓക്കെ, ഇനി ഈ പ്രോസസ്സ് വീണ്ടും വീണ്ടും ആവർത്തിക്കും. അതായത് വീണ്ടും ഈ സോളിനോയിഡ് കോയിൽസ് വഴി കറണ്ട് പാസ് ചെയ്യും, അത് മാഗ്നറ്റൈസ് ചെയ്യപ്പെടും. അപ്പോൾ അതിലേക്ക് ആർമേച്ചർ അട്രാക്ട് ചെയ്യപ്പെടും. ആർമേച്ചർ അട്രാക്ട് ചെയ്യപ്പെടുമ്പോൾ അതുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹാമർ വന്ന് ഗോങ്ങിൽ സ്ട്രൈക്ക് ചെയ്യും. ഒരു തവണ സ്ട്രൈക്ക് ചെയ്യും. പിന്നെ ഇത് ഡിറ്റാച്ച് ചെയ്ത് പോകണമെങ്കിൽ സർക്യൂട്ട് ബ്രേക്ക് ചെയ്യണം. സർക്യൂട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യും. കറണ്ട് ഫ്ലോ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് ഡീമാഗ്നറ്റൈസ് ചെയ്യപ്പെടും. ഡീമാഗ്നറ്റൈസ് ചെയ്യപ്പെട്ടാൽ ഈ അട്രാക്ട് ചെയ്ത ആർമേച്ചറും ആ ഹാമറും ഒറിജിനൽ പൊസിഷനിലേക്ക് പോകും. അങ്ങനെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇതാണ് ഇലക്ട്രിക് ബെല്ലിന്റെ വർക്കിംഗ്. ഓക്കെ.